ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരുമോ? ഡൽഹിയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന AAP പാർട്ടിക്ക് തന്നെ, ആം ആദ്മി കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ അത് ആക്കാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ പല തരത്തിൽ മാറി മറിയുന്നുണ്ട്. കാരണമെന്ന് പറയുന്നത്, ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഡൽഹി BJPയുടെ അപ്പീൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയതിനെ തുടർന്നാണ് ഈ ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സർക്കാർ ഭരണഘടനാ ലംഘനമാണെന്ന് ആരോപിച്ച് BJP MLAമാർ സമർപ്പിച്ച മെമ്മോറാണ്ടം തുടർ നടപടികൾക്കായി മന്ത്രാലയത്തിലേക്ക് അയച്ചതായി ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത സ്ഥിരീകരിച്ചിരുന്നു. ആറാമത്തെ ഡൽഹി ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ ഡൽഹി സർക്കാരിൻ്റെ പരാജയവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടുകളിൽ അതിൻ്റെ നിഷ്ക്രിയത്വവും കാര്യമായ ഭരണഘടനാ ലംഘനങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വിജേന്ദർ ഗുപ്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. ആഗസ്റ്റ് 30-ന് BJP MLAമാരുടെ ഒരു പ്രതിനിധി സംഘം പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. പ്രാഥമികമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഒരു കത്ത് പങ്കുവെച്ചുകൊണ്ട് വിജേന്ദർ ഗുപ്ത പറഞ്ഞു, പ്രസിഡന്റ് മെമ്മോറാണ്ടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തുടർ നടപടികൾക്കായി ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട് എന്നുമാണ്. വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള BJP MLAമാർ മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ കീഴിലുള്ള ഡൽഹിയിലെ ഭരണത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ 4 മാസത്തിലേറെയായി ജയിൽവാസം തുടരുന്നത് തലസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജയിലിൽ കിടന്നിട്ടും കെജ്രിവാൾ രാജിവെക്കാൻ വിസമ്മതിച്ചതിനാൽ ഡൽഹിയിൽ ഭരണത്തിൽ സമ്പൂർണ്ണ തകർച്ച ഉണ്ടായതായി മെമ്മോറാണ്ടത്തിൽ പറയുന്നു. അവശ്യ സേവനങ്ങളും അതുപോലെ തന്നെ സുപ്രധാന ഭരണപരമായ തീരുമാനങ്ങളും വൈകുന്നത് ഡൽഹിയിലെ പൗരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്നതായി BJP അവകാശപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ മുതൽ 6ാമത്തെ ഡൽഹി ധനകാര്യ കമ്മീഷൻ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഡൽഹിക്കുള്ള സാമ്പത്തിക ആസൂത്രണത്തെയും വിഭവ വിഹിതത്തെയും തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെ ബാധിക്കുന്നു എന്ന തരത്തിലും, കൂടാതെ 11 CAG റിപ്പോർട്ടുകൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടു എന്നും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സുതാര്യതയും ശരിയായ പരിശോധനയും ഇല്ലാതാക്കിയെന്നും BJP ആരോപിച്ചിരിക്കുകയാണ്. ഈ മേൽനോട്ടക്കുറവ് AAP സർക്കാരിൻ്റെ സാമ്പത്തിക സമഗ്രതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതായി മെമ്മോറാണ്ടം അവകാശപ്പെട്ടു. AAP സർക്കാരിനുള്ളിലെ അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും നിരവധി ആരോപണങ്ങളും മെമ്മോറാണ്ടം ചൂണ്ടിക്കാണിക്കുന്നു. ഡൽഹി മദ്യം കുംഭകോണം ഉൾപ്പെടെ പ്രധാന സർക്കാർ മന്ത്രിമാരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് 2021 ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ടില്ലാത്ത ഡൽഹി ജൽ ബോർഡിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഡൽഹി സർക്കാർ തടസ്സം നിൽക്കുകയാണെന്നും BJP ആരോപിച്ചിരിക്കുകയാണ്. MLAമാരായ മോഹൻ സിംഗ് ബിഷ്ത്, ഓം പ്രകാശ് ശർമ്മ, അജയ് മഹാവാർ, അഭയ് വർമ്മ, അനിൽ വാജ്പേയി, ജിതേന്ദ്ര മഹാജൻ, കർത്താർ സിംഗ് തൻവർ, മുൻ ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് എന്നിവർ വിജേന്ദർ ഗുപ്തയ്ക്കൊപ്പം ചേർന്ന് ഭരണഘടനയുടെ 356-ാം അനുച്ഛേദം പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ മര്യാദകളും സംരക്ഷിക്കാൻ രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യമായി വരുന്ന നിലയിലേക്ക് ഡൽഹിയുടെ ഭരണം വഷളായതായി അവർ ഇപ്പോൾ വാദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ വരണമെന്നുള്ള BJPയുടെ ഈ ഒരു കടുത്ത നിലപാടിലേക്കുള്ള കാര്യങ്ങൾ പോക്കും, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇടപെടലും ഒക്കെ തന്നെ ഡൽഹിയിൽ വളരെ വലിയ തോതിൽ ഒരു ഭരണ തകർച്ചയിലേക്കാണ് ഇപ്പോൾ AAP സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഈ പോക്കാണെങ്കിൽ അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി AAP സർക്കാരിന് നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്.